ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കുറേ ബ്രാൻഡുകളുടെ ഓഫർ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊരു ഡിസംബർ മാസമാണ്. അപ്പം ഡിസംബറിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മാസമാണ്. കാര്യം എന്താണ്? അത്രത്തോളം ഓഫേഴ്സാണ് എല്ലാവരും തങ്ങളുടെ വാഹനങ്ങൾക്ക് നൽകാറുള്ളത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം തന്നെയാണ്. ആ ഒരു ജനുവരി മാസത്തിലേക്ക് വരുന്ന സമയത്ത് പ്രൈസ് ഇൻക്രീസ് ആവാറുണ്ട്. ജനുവരിയിൽ വരാറുണ്ട്, അതുപോലെ പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞ് പ്രൈസ് ഇൻക്രീസ് ആവാറുണ്ട്. അപ്പോൾ തൊട്ടടുത്തതായിട്ടൊരു പ്രൈസ് ഇൻക്രീസ് ആകാൻ പോകുന്നത് ജനുവരി മാസത്തിലാണ്. എനിക്കൊന്ന് ഏകദേശം ഒരു 25,000 രൂപയ്ക്ക് അടുത്തെങ്കിലും മിനിമം പ്രൈസ് ഇൻക്രീസ് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറേ പേര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വാഹനം എടുക്കുന്ന എല്ലാവരും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് വാഹനങ്ങൾ വാങ്ങാറ്. അപ്പോൾ ഡിസംബർ മാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഓഫേഴ്സ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ആ ഒരു പ്രൈസ് ഇൻക്രീസിന് മുന്നേ തന്നെ വാഹനം നിങ്ങൾക്ക് വാങ്ങാനും പറ്റും. ഇതൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു എക്സ്ചേഞ്ച് കസ്റ്റമറാണ്, ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ മാക്സിമം എക്സ്ചേഞ്ച് ബോണസ് കിട്ടും. അത് മാത്രവുമല്ല, ഒരു വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ വാഹനം കൊടുക്കാനും സാധിക്കും. തൊട്ടടുത്ത വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു വർഷം മാറുവാണ്, ആ ഒരു സമയത്ത് ആ ഒരു എക്സ്ചേഞ്ച് വെഹിക്കിൾസിന് അത്രത്തോളം വാല്യൂ കുറയും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു 75,000 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഒരു എക്സ്ചേഞ്ചോട് കൂടി പുതിയ വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് ലാഭിക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ വാഹനം എടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, സ്റ്റോക്ക് എടുക്കുന്ന വാഹനങ്ങൾക്ക് മാക്സിമം ഓഫർ കൂടി നിങ്ങൾക്ക് വാഹനം വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹ്യുണ്ടായിലാണ്. നമ്മുടെ കൊല്ലത്ത് മൂന്നാംകുറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലം വരുന്നുണ്ട്. ആ ഒരു മൂന്നാംകുറ്റിയിൽ നമുക്കൊരു പള്ളി വരുന്നുണ്ട്, സിയാർത്തുമൂടി പള്ളി എന്ന് പറയും. നമ്മുടെ ഇവിടെ അത്യാവശ്യം ഫേമസ് തന്നെയാണ് ആ ഒരു പള്ളി. ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ കൊല്ലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ മൂന്നാംകുറ്റി കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ പള്ളി എത്തുന്നതിന് മുന്നേ, ഇനി നിങ്ങൾ കരിക്കോട് ടീക്കേങ്കോടേക്ക് അറിയാലോ, കരിക്കോട് നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പള്ളി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മൂന്നാംകുറ്റി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ. ഞാനിപ്പോൾ അതിന് ലൊക്കേഷൻ മനസ്സിലായില്ലെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ടെസ്റ്റ് ഡ്രൈവ് അല്ലെ ബുക്കിംഗ്, അങ്ങനെ എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ ഡീറ്റെയിൽസും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. പണ്ടത്തെ പോലൊന്നും അല്ല, ബുക്കിങ്ങിനായാലും ഡെലിവറിക്കായാലും ഒന്നിനും ഷോറൂമിൽ വരേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നിങ്ങളുടെ വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ വ്യക്തമായിട്ട് കണ്ടു നോക്കുക, ഓരോന്നിൻ്റെ ഓഫർ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എൻ്റെ പുറകിൽ എക്സ്റ്റർ ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്റ്റർ എന്ന വാഹനം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വാഹനം നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പരിഗണിക്കാൻ പറ്റിയൊരു വാഹനമാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവിൽ ഏറ്റവും ബേസ് മോഡ് നമുക്ക് 7-20 ആ റേഞ്ചിലെങ്ങാണ്ട് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 7 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ആ ഒരു SUV ടൈപ്പ് ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഈ കിടക്കുന്ന എക്സ്റ്റർ. അത് മാത്രമല്ല, ടോപ്പിലേക്കൊക്കെ പോയിക്കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ്, സൺറൂഫ് സഹിതം നമുക്ക് അവൈലബിൾ, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാഹനങ്ങളിലൂടെ കിടപ്പുണ്ട്. അപ്പം ഇനി ഓരോന്നിനും എത്രയാണ് ഓഫർ എന്നുള്ളത് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും വാ. അപ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ അകത്ത് വന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യം വാഹനങ്ങൾ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം റസീന എന്ന് പറഞ്ഞ ചേച്ചി നമുക്കിന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പം വെൽക്കം. അപ്പോൾ നമുക്കിന്ന് ചോദിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിസംബർ മാസമാണ്. അപ്പം എന്താണ് ഒരു ബെനിഫിറ്റ് ഒരു കസ്റ്റമർക്ക്, ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എന്ന രീതിയിൽ എന്താണ് ഒരു ബെനിഫിറ്റ്, അതായത് ഈ മാസം വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്നത്? നോർമൽ മന്തിനെ അപേക്ഷിച്ച് നമുക്ക് ഇയർ എൻഡിങ് ആയതുകൊണ്ട് ഓഫേഴ്സ് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് കൂടിയിട്ടുണ്ട്, ക്യാഷ് ഡിസ്കൗണ്ടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, കുറച്ച് സ്കീം അധികമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമുക്ക് എക്സ്ട്രനെ കുറിച്ചാണ് പറഞ്ഞത് തുടക്കത്തിൽ. നമുക്ക് എക്സ്ട്രാ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആനുകൂല്യങ്ങളോ അല്ല എക്സ്ട്രന് കൊടുക്കുന്നുണ്ടോ? നമുക്ക് എക്സ്ട്രന് നോർമൽ മന്തിനേക്കാളും കുറച്ച് ഡിസ്കൗണ്ട് നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. അത് കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് ആഡ് ചെയ്തിട്ടുണ്ട് 5,000. എനിക്ക് തോന്നുന്നു സാധാരണ ഒരു പുതിയ വാഹനം വരുന്ന സമയത്ത് ഓഫേഴ്സ് കൊടുക്കാറുണ്ട്. എനിക്ക് നേരത്തെ ഓഫീസ് കുറവായിരുന്നു, ഡിസംബർ ആയതുകൊണ്ടാണ് അത്ര ഓഫർ ഇട്ടേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലൈനപ്പിൽ തുടക്കത്തിലുള്ള വാഹനം ഗ്രാൻഡ് ആയിട്ടാണ് നമുക്ക് തുടക്കത്തിൽ വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രാൻഡിനെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഒരു ഓർഡറിലങ്ങ് പോകാം. അപ്പോൾ ആദ്യം കിടന്ന് നമുക്ക് i20 ആണ്. അപ്പോൾ i20 ഡീറ്റെയിൽസ് പറഞ്ഞാലോ നമുക്ക് പറയാം. അപ്പോൾ i20 എൻ്റെ ഒരു സംശയം ആദ്യം ചോദിക്കാനുള്ളത് വെച്ചാൽ, നമുക്ക് ഡീസൽ ഓപ്ഷൻ നമുക്ക് നിലവിൽ പെട്രോൾ മാത്രമേ നമുക്ക് നിലവിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഓഫേഴ്സ് ഒക്കെ എങ്ങനെ i20 എടുക്കുന്ന? ഇപ്പോൾ നമുക്ക് i20യുടെ പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ എടുക്കുവാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് ഒരു 50,000 രൂപ വരുന്നുണ്ട്. അത് കൂടാതെ 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് എടുക്കുവാണെങ്കിൽ 35,000 രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും 15 എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട്. അതായത് മാനുവൽ എടുക്കുന്നവർക്ക് 50,000 ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് മാത്രം നമുക്ക് വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് നൽകിയിട്ടുണ്ട്, 15 രൂപ എക്സ്ചേഞ്ച് ബോണസും ഉണ്ട്. പിന്നെ നമുക്ക് കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിന് വരത്തില്ല. i20 കോർപ്പറേറ്റ് ഓഫർ നിയോസ് തൊട്ട് നമുക്ക് എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇപ്പം നോക്കുന്ന സമയത്ത് മാനുവൽ 50,000 രൂപ ക്യാഷ് ഓഫർ മാത്രം ഈ ഒരു i20 എടുക്കുന്ന കസ്റ്റമേഴ്സിന് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 35,000 രൂപയുടെ ക്യാഷ് ഓഫർ നമുക്ക് വരുന്നുണ്ട്. അത് ഈ ക്യാഷ് ഓഫർ അങ്ങനെ
ക്രൈറ്റീരിയ ഒന്നുമില്ലല്ലോ, എല്ലാ കസ്റ്റമർക്കും അത് എല്ലാ കസ്റ്റമർക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. കാര്യം എക്സ്ചേഞ്ച് ബോണസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് കൊടുക്കുന്ന കസ്റ്റമർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ക്യാഷ് ഓഫർ അങ്ങനല്ല. ഇതിന്റെ ഒരു ഏത് മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഏത് വേരിയന്റ് എടുത്താലും അവർ ക്യാഷ് ഓഫർ അങ്ങനല്ലേ, എല്ലാ വേരിയൻസിനും ഉണ്ടല്ലോ. നമുക്ക് അതിന്റെ ബേസ് മോഡലിന് സെപ്പറേറ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാത്തിനും സെയിം ഓഫർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ എന്തോ വേണ്ടി വരും? I-20 ഒക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ ലോൺ ചെയ്യാൻ പറ്റും. NRI ആണെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ IT ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അതല്ല നോർമൽ രീതിയിലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് HDFC ICICI പോലുള്ള ബാങ്കുകൾ ചെയ്യാൻ പറ്റും. അവർ നമുക്കിപ്പോൾ ഓൺ റോഡിൻ്റെ 90% ഫണ്ടിങ് കിട്ടുന്നുണ്ട്. 7 വർഷം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധിയും കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓൺ റോഡിൻ്റെ ഈ ഒരു 90 കിട്ടുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഈ മാസം നമുക്ക് 50 രൂപ ക്യാഷ് ഓഫറും കിടക്കുന്നത് കൊണ്ട് ഡൗൺ പേയ്മെന്റ് വളരെ തുച്ഛമായ എമൗണ്ടിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതും ഒരു കാര്യമാണ്. നമ്മൾ ഡിസംബറിൽ എടുക്കുന്ന സമയത്ത് കാര്യം ഓഫർ മാക്സിമം കിട്ടും. അപ്പോൾ മാക്സിമം ഫണ്ടിങ് കൂടെ കിട്ടിയാൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. എനിക്ക് ഉറപ്പാണ് അടുത്ത മാസം 50,000 രൂപ ക്യാഷ് ഓഫർ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് കാണാനായിട്ട് ഒരു സാധ്യതയും വരുന്നില്ല. അപ്പം നല്ലൊരു ഡീൽ തന്നെയാണ്. ഇപ്പോൾ നമുക്കിനകത്ത് ഏറ്റവും കൂടുതൽ പോകുന്ന ഏത് വേരിയൻ്റ്? ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? മാനുവൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത്. ഒരു സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. ഒരു കാര്യം നമുക്ക് അടുത്ത ക്രെറ്റയിലോട്ടൊന്ന് പോയാലോ. കാര്യം നമ്മുടെ ഈ ഒരു ലൈനപ്പിൽ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് ക്രെറ്റ. എനിക്ക് തോന്നുന്നു ഈ ഒരു SUV സെഗ്മെന്റിലും ടോപ്പ് 1 നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ കിടങ്ങ ക്രെറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കില്ല? ക്രെറ്റയ്ക്ക് നമുക്ക് നോർമലായിട്ട് സ്കീമും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല. എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെ എന്തെങ്കിലും ഒന്നും വരുന്നില്ല. കാര്യം ഈ ഒരു വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈനപ്പിൽ ഈ ഒരു SUV വാഹന ലൈനപ്പിൽ ടോപ്പ് 1 നിൽക്കുന്ന ഒരു വാഹനം എനിക്ക് ഏകദേശം ഒരു 15,000-17,000 യൂണിറ്റോളം ഇന്ത്യയിൽ ടോട്ടലി സെയിൽ വരുന്നുണ്ട് ഒരു മാസം. അതെ, എത്രത്തോളം റോഡ് പെർസൻസും ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റോക്ക് ഒക്കെ നമുക്ക് അവൈലബിൾ ആണോ? നിലവിൽ കുറച്ച് വണ്ടി നമ്മുടെ സ്റ്റോക്ക് കിടപ്പുണ്ട്. സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 വീക്കിനുള്ളിൽ ഓർഡർ ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാനും പറ്റും. നമുക്കൊരു ബേസ് മോഡലൊക്കെ ആകുമ്പോൾ ഇതിന്റെ എന്തോ ഓൺ റോഡ് വരുന്നത് ഇതിന്റെ ഒരു പെട്രോൾ മാനുവൽ നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 1350 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഡീസൽ ഉണ്ടല്ലോ. ഡീസൽ നമുക്കൊരു 15 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിൽ എടുക്കാൻ പറ്റും. അപ്പം ഡീസൽ വാഹനം ഇപ്പോൾ മാർക്കറ്റിൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രെറ്റ എന്ന വാഹനത്തിൽ നമുക്ക് ഡീസൽ ഓപ്ഷനും കൂടി വരുന്നുണ്ട്. 15 രൂപ കൊണ്ട് നമുക്ക് ഡീസൽ വണ്ടി ഇറക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അതിന് ഡൗൺ പേയ്മെന്റ് ഒക്കെ എന്ത് വേണ്ടി വരുമായിരിക്കും? നമുക്കൊരു 2 ലക്ഷം രൂപ 2,50,000 രൂപയൊക്കെ അടയ്ക്കുവാണെങ്കിൽ നമുക്കിത് എടുക്കാം. എനിക്കൊരു സിബിൽ സ്കോർ പക്കയായിട്ടുള്ള കസ്റ്റമർ ആണ്. 700 എബോ ഉണ്ടായിരിക്കണം. 700 എബോ ഉണ്ടായിരിക്കണം. അടുത്തത് വെർണയിലേക്ക് വരാം. ഒരു സെഡാൻ സെഗ്മെന്റിൽ വരുന്ന ഒരു പ്രീമിയം സെഡാൻ ആണ്. അതുപോലെ എടുത്തു പറയാൻ പറ്റുന്നത് നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വെഹിക്കിൾ ആണ്. ഓക്കെ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നതിന് വേണ്ടിയാണ്. ആദ്യത്തെ ചോദിക്കാനുള്ളത് ഡീസൽ ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, പെട്രോൾ മാത്രമേ ഉള്ളൂ. പെട്രോളിൽ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻ ആണ് വരുന്നത്. നോർമൽ എഞ്ചിന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ടർബോ എഞ്ചിന് വരുന്നുണ്ട്. ടർബോ ആകുമ്പോൾ നമുക്ക് DCT ആണ് വരുന്നത്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസ് ഓറിയന്റഡ് വാഹനം വേണമെങ്കിൽ ആൾക്കാർക്ക് ടർബോയിലോട്ട് പോകാം. ഈ ഒരു വെർണയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്കൊരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺ റോഡ് പ്രൈസ് ഒരു 13,70-50 ആ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്കീം കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. 35,000 രൂപ നമുക്ക് ഇതിൽ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 25,000 നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈഡ് ഓഫ് ഇന്ത്യ എന്നൊരു സ്കീം വരുന്നുണ്ട്. കോർപ്പറേറ്റ് സ്കീം 20,000 വരുന്നുണ്ട്. 20,000 അതായത് എല്ലാവർക്കും നമുക്ക് അന്നത്തെ ഈ ഓട്ടോമാറ്റിക് മാനുവൽ അങ്ങനെ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ല, ഏത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും സ്കീം സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിൽ ഒരു 20,000 അഡീഷണൽ. ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് സ്കീം വരുന്നത് വർണ്ണയ്ക്കാണ്. ഓക്കെ അപ്പം നല്ലൊരുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് അവൈലബിൾ. എനിക്ക് ഇതിന്റെ ബേസ് മോഡൽ മുതൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. ലുക്ക് വൈസ് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് കാര്യം ചെയ്യാം. അടുത്ത നമുക്ക് വെന്യൂലോട്ട് വരാം. നമുക്ക് നമ്മുടെ ഈ ലൈനപ്പിൽ അതും നമുക്കൊരു ഹോട്ട് സെല്ലിംഗ് ആയിട്ട് ഒരു വാഹനം തന്നെയാണ്. ഒരു കോമ്പാക്ട് സെഗ്മെന്റിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. നമുക്ക് അതിനൊരു കണക്റ്റഡ് കാർ എന്ന് തന്നെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അതിനകത്ത് നമുക്ക് ഡീസൽ വരുന്നുണ്ടോ? ഡീസലും വരുന്നുണ്ട്, പെട്രോൾ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് പെട്രോളിൽ ഓട്ടോമാറ്റിക്കിലോട്ട് പോകണമെങ്കിൽ നമുക്ക് 1 ലിറ്റർ ടർബോയിൽ DCT ആണ് വരുന്നത്. അത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ തന്നെയാണ്. 1.2 എഞ്ചിൻ വരുന്നുണ്ടല്ലോ. 1.2 നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ വരത്തുള്ളൂ. 1.2 ആണെങ്കിൽ നമുക്ക് എനിക്ക് പ്രൈസ് റേഞ്ച് കുറവാണ്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് മോഡലൊക്കെ എന്തോ ഓൺ റോഡ് വരുന്നത്? നമുക്കൊരു ഓൺ റോഡ് പ്രൈസ് അതിൻ്റെ S എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് എടുക്കുവാണെങ്കിൽ 11,100,000 രൂപ വരുന്നുണ്ട്. അതിനകത്ത് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് നമുക്കൊരു 10-45 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് വെനു എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് നമുക്ക് കിടക്കുന്നത് എക്സ്റ്റർ. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു എക്സ്റ്റർ നല്ല രീതിയിൽ സ്റ്റോക്ക് കിടപ്പുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ഏത് വേരിയന്റ് വേണമെങ്കിലും ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ട്, അത്യാവശ്യം എല്ലാ വെഹിക്കിളും കിടപ്പുണ്ട്. കളേഴ്സും നമുക്ക് കിടപ്പുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ബേസ് മോഡലൊക്കെ എടുത്താൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ പവർ ഉണ്ടോ? അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് ബേസ് മോഡൽ വരുന്നുണ്ട്. അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് നമുക്ക് ഒരു 6-12 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു 35,000 രൂപ വരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഇനി എക്സ്ചേഞ്ച് ബോണസ് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് നമുക്കൊരു 5,000 വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല കോർപ്പറേറ്റ് സ്കീം അങ്ങനൊന്നും ഒന്നുമില്ല. ക്യാഷ് ഓഫർ കിടപ്പുണ്ട്. ക്യാഷ് ഓഫർ 35 ഉണ്ട്, എക്സ്ചേഞ്ച് ബോണസും ഉണ്ട്. കിടപ്പുണ്ട്. 2 സ്കീമാണ് നിലവിൽ. പിന്നെ ഡൗട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക്കിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഓഫർ കുറവ് അങ്ങനെ വല്ലതും ഉണ്ടോ? അതോ സെയിം തന്നെയാണ്? സെയിം തന്നെയാണ് വരുന്നത്. സെയിം തന്നെയാണ് രണ്ടിനും. പിന്നെ CNG-ലോട്ട് പോവാണെങ്കിൽ കുറച്ചൊന്ന് ഒരു 25 അത്രേ ഉള്ളൂ. ആ റേഞ്ചിലേ വരത്തുള്ളൂ. CNG-ലോട്ട് പോവാണെങ്കിൽ. CNG-ക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 26 സംതിങ് എങ്ങാണ്ട് പറയുന്നുണ്ടല്ലേ മൈലേജ് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ. CNG എൻക്വയറി ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം. അത്യാവശ്യം വരുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 2 വാഹനങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഡ്യുവൽ സിലിണ്ടർ വരുന്നുണ്ട്, ഡ്യുവലും വരുന്നുണ്ട്, സിംഗിൾ സിലിണ്ടർ വരുന്ന വാഹനം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബൂട്ട് സ്പേസ് വേണമെന്നുള്ളവർക്ക് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത്രയാണ് എക്സ്ട്രൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫർ ഇതിന് കിടപ്പുണ്ട്. വെയിറ്റിംഗ് പീരീഡും ഇല്ലാതെ പെട്ടെന്ന് ഡെലിവറി എടുക്കാനും നമുക്ക് പറ്റും. ഇനിയിപ്പോൾ നമുക്കുള്ളത് i10 ആണ് കിടക്കുന്നത്. എനിക്ക് നമ്മുടെ ഈ ലൈനപ്പിൽ എൻട്രി ലെവലായിട്ട് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? 592 ആ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഡീസൽ ഉണ്ട്, എനിക്ക് ഡീസൽ ഇല്ലെന്ന് തോന്നുന്നു. പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. CNG വരുന്നുണ്ടല്ലേ? CNG ഉണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മാനുവലും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്, CNG ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ CNG നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടത്തില്ലല്ലോ, മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു സ്കീമൊക്കെ എങ്ങനെ i10ന്റെ? ഇതിന് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു 45,000 രൂപ വരെ നമുക്ക് ഇതിനകത്ത് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 20,000 നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. അത് കൂടാതെ കോർപ്പറേറ്റ് സ്കീം ഒരു 3,000 വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഓട്ടോമാറ്റിക്കിന് മാനുവലും സെപ്പറേറ്റ് ഓഫർ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു ഓട്ടോമാറ്റിക്കിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരു 25,000 ആയിരിക്കും ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. മാനുവലാണ് 45 വരുന്നത്. ഓക്കെ, കൂടുതൽ ഓഫർ കിടക്കുന്നത്. ഇതിന്റെ ഈ ഒരു വാഹനത്തിലേ മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ആണ് കൂടുതൽ എൻക്വയറി വരുന്നത് പോകുന്നത്? കൂടുതൽ എനിക്ക് തോന്നുന്നത് ലേഡീസ് ഓടിക്കാനായിട്ട് നമുക്കത് ഓക്കെ ഓട്ടോമാറ്റിക് കൂടുതലായിട്ട് പോകുന്നത്. വെച്ചാൽ ഒരു 8 ലക്ഷം രൂപ, ഒരു 8 സംതിങ്ങിനൊക്കെ നമുക്ക് ഇതിന്റെ ഒരു മാഗ്ന എന്ന് പറഞ്ഞ മോഡലിന്റെ ഓട്ടോമാറ്റിക് ഒരു 8 റേഞ്ചിൽ ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്രത്തോളം ഓഫേഴ്സ് ഒക്കെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ബേസ് മോഡലൊക്കെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് 6 എയർ ബാഗ് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എനിക്കൊന്ന് 2 മോഡൽസ് കൂടാണ് നമുക്ക് വരുന്നത്. അൽക്കസർ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. അൽക്കസാർ നമുക്കിപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പഴയതിന് കുറച്ച് ഡിസ്കൗണ്ട് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ പ്രത്യേകിച്ച് സ്കീമും കാര്യങ്ങളും ഒന്നുമില്ല. അതിന്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1499 തൊട്ട് നമുക്ക് അൽക്കസാർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു വാഹനം പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഓഫീസ് ഒക്കെ കുറവായിരിക്കും. അതിന്റെ എൻക്വയറീസ് ഒക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം എൻക്വയറി വരുന്നുണ്ട്. ഡീസലും പെട്രോളും ഡീസലും വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും മാനുവലും അതിൽ വരുന്നുണ്ട്. പെട്രോളിൽ വന്നിട്ട് ടർബോ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അതിനകത്ത് കൂടുതലാണ്. ലെവൽ 2 കുറേ ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് റോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സീറ്റ് വെന്റിലേഷനും ഒക്കെ ആഡ് വരുന്നുണ്ട്. അതിന് സെക്കൻഡ് റോയിലും സീറ്റ് വെന്റിലേഷൻ ആഡ് ഒക്കെ വരുന്നുണ്ട്. അതെ. ഇനി നമുക്ക് ഒരു വണ്ടിയുടെ ഉള്ളതെന്ന് വെച്ചാൽ ടുസോൺ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫേസ്ബുക്കിന് മുന്നേ ഇച്ചിരി സെയിൽ കുറച്ച് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം മൂവ്മെന്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതിന്റെ പ്രൈസ് നമുക്കൊരു പെട്രോളിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 29 തൊട്ട് നമുക്കത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു 25,000 വരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഡീസൽ ആണെങ്കിൽ ഒരു 60,000 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഡീസലും പെട്രോളും നമുക്ക് ആ ഒരു വണ്ടി വരുന്നുണ്ട്. അതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ? എങ്ങനെ? ഇല്ല, നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്ത് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റും. എനിക്കൊന്ന് രജിസ്ട്രേഷൻ്റെ ആ സമയത്ത് ആ ഒരു ഡിലേ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം ഓഫീസും കാര്യങ്ങളൊക്കെ ഈ മാസം കിടപ്പുണ്ട്. നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് പ്രൈസ് ഇൻക്രീസ് വരുന്നുണ്ട്. അതിന് സംശയം എന്ന് വെച്ചാൽ അത് സത്യത്തിൽ അത് ചുമ്മാ പറയുന്നതാണ്, അതോ ഹ്യൂണ്ടയുടെ ഭാഗത്ത് നിന്ന് അതൊരു അല്ലല്ല ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളത് തന്നെയാണ്. എനിക്ക് ഞാൻ 1-2 സ്ഥലത്ത് അത് കണ്ടായിരുന്നു ഒഫീഷ്യലി കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. കാര്യം ഈ കേൾക്കുന്നവർ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ ചുമ്മാ പറയുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അത് കണ്ടായിരുന്നു, 1-2 സ്ഥലങ്ങളിൽ ഞാൻ അത് കണ്ടായിരുന്നു പ്രൈസ് ഇൻക്രീസ് ആവണമെന്നുള്ളത്. അവർ മാത്രമല്ല മറ്റുള്ള ഒരുപാട് ബ്രാൻഡുകളൊക്കെ പ്രൈസ് ഇൻക്രീസ് വരുന്നുണ്ട്. അപ്പം അതിന് മുന്നേ തന്നെ വാഹനം എടുക്കുക. കുറച്ച് സ്കീം കൂടുതലായിട്ട് കിട്ടും. നെക്സ്റ്റ് മന്ത് പ്രൈസും ഹൈക്കാവും. ഈ കിട്ടുന്ന ഓഫേഴ്സ് ഒന്നും കിട്ടത്തില്ല. അത് മാത്രമല്ല എക്സ്ചേഞ്ച് എടുക്കുന്ന ആരെങ്കിലും നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അവർക്ക് ഒരു 1 ഇയറിന്റെ വാല്യൂ കുറയും ചെയ്യുവാണ്. അതെ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എടുക്കാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്കൊന്ന് ഏറ്റവും കുറഞ്ഞ അത്യാവശ്യം ഓഫറുള്ള ഒരു വണ്ടിയാണ്. 1 ലക്ഷം രൂപയെങ്കിലും മിനിമം ബെനിഫിറ്റ് കിട്ടും. എക്സ്ചേഞ്ചിന്റെ ഒരു പ്രൈസും എല്ലാം നോർമൽ സ്കീമും എല്ലാം കൂടി വെച്ചിട്ട് എനിക്കൊന്ന് ഇപ്പോഴും എക്സ്ചേഞ്ച് എടുക്കുന്ന കസ്റ്റമറാണ്. ഇപ്പോൾ എക്സ്ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം പ്രൈസ് കൂടാൻ സാധ്യത ഉണ്ടല്ലോ? നല്ല പ്രൈസ് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ചിന്റെ കാര്യം എങ്ങനെ? നമ്മൾ കസ്റ്റമർ അത് പുറത്ത് കൊടുക്കണോ അതോ നിങ്ങൾ തന്നെ? ഇല്ല, നമുക്ക് തന്നെ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവർ തന്നെ വെഹിക്കിൾ ഇവാലുവേഷൻ ചെയ്ത് നല്ലൊരു പ്രൈസ് എടുത്ത് തരും. ഓക്കെ, നമ്മൾ തന്നെ എടുക്കാം. നമുക്ക് തന്നെ ഇവിടെ എടുക്കാം. കസ്റ്റമർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കാൻ നമുക്ക് വേറെ ഒന്നുമല്ല കാര്യം. ചില ഷോറൂമുകളെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അത് കൊടുക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിച്ചത്. അപ്പം എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ അത് കൊടുക്കുന്ന സമയത്ത് പേര് മാറ്റി നമ്മളായിട്ട് തന്നെ പേര് മാറ്റി എല്ലാം ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതാകുമ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ തന്നെ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, നമ്മുടെ സർവീസ് വരുന്നുണ്ടോ? സർവീസ് വരുന്നത് കല്ലുന്താഴത്താണ്. അങ്ങോട്ടാണ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സർവീസും സെയിൽസും എല്ലാം വരുന്നുണ്ട്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞു, മൂന്നാംകുറ്റിയിലാണ് നമുക്ക് ഈ ലൊക്കേഷൻ വരുന്നത്. പിന്നെ താഴെ ഒരു നമ്പറുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പറിൽ വിളിക്കുക.
പിന്നെ അക്സസറീസ് അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ഡീലറിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓ ശരി, ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഞങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിലും താഴെ നമ്പറിൽ വിളിച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.